أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളെ, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 18ാമത്തെ ക്ലാസ്. വഖദ് ഇൽതസമ മുസന്നിഫു റഹ്മഹുല്ലാഹ് മുസന്നിഫുഹു റഹ്മഹുമുല്ലാഹ് മുഹററിന്റെ മുസന്നിഫ് അവറുകൾ ഏറ്റെടുത്തു നിശ്ചയം. ഇവിടെ വഖദ് ഇൽതസമ എന്ന് പറഞ്ഞത് ഇസ്തിനാഫാണ്. മുമ്പുള്ളതിനെ ഹാലാക്കൊന്നും വേണ്ട, ഇസ്തിനാഫാക്കി കൊണ്ടുവരാം. അല്ലെങ്കിൽ ഹാലാക്കിയിട്ടും കൊണ്ടുവരാം. എത്തരത്തിൽ ഇമാം റാഫി തങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ പിന്നെ ഫഖദ് എന്നുള്ളത് ഖദ് എന്തായിരിക്കും? ഹീനഇദിൻ ഹാലാകുമ്പോ വാജിബത്തു ദിക്രി അതിനെ പറയ നിർബന്ധമാണ്. അപ്പൊ ഇവിടെ വഖദ് പറഞ്ഞു. അല്ലെങ്കിൽ തഖ്ദീർ നിർബന്ധമാണ്. പറയ നിർബന്ധം അല്ലെങ്കിൽ തഖ്ദീർ നിർബന്ധം. ഇന്ദൽ ബസ്രീന ബസ്രക്കാരുടെ അടുക്കൽ. എന്തുകൊണ്ട്? ലിതഖർറുബിൽ മാളി മിനൽ ഹാൽ. ഇൽതസമ എന്ന മാളിയ ഫീലാണ്. അത് ഹാലിനോട് അടുത്ത് വന്നു. അപ്പൊ ആ നിലക്ക് വെക്കുമ്പോ ഖദ് അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ സങ്കല്പിക്കുകയോ നിർബന്ധമാണ്. വഅ്തറലഹും സയ്യിദുൽ ജുർജാനിയോ വമൻ തബിഅഹു. ജുർജാനി ഇമാമും കൂടെയുള്ള ആളുകളൊക്കെ, സയ്യിദുൽ ജുർജാനി ഇമാമും കൂടെയുള്ള ആളുകളും ഈ ബസ്രക്കാരെ എതിർത്തു. ബിമാ റദത്തുഹു അലൈഹിം, ഞാൻ അവരുടെ മേൽ റദ്ദ് ചെയ്തതുകൊണ്ട് തന്നെയാണ്. എവിടെ? ഫി ഷറഹുൽ ഹംസിയ. അതിനെ കുറിച്ച് ഷറഹുൽ ഹംസിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഷറഹുൽ ഹംസിയിൽ ഞാൻ അത്തരം ആളുകളെ മേൽ റദ്ദ് ചെയ്ത കാര്യം അതേ റദ്ദെടുത്തിട്ട് ബസ്രക്കാരെ ഇവർ ഇത്തിറാദ് ചെയ്തിട്ടുണ്ട്. ഫൻളുറുഹു ഫഇന്നഹു മുഹിമ്മുൻ. അതുകൊണ്ട് ഷറഹുൽ ഹംസിയ നോക്കിക്കോ, അവിടെ ഉണ്ടാ വിഷയം, അത് മുഖ്യമായതാണ്, കളയണ്ട. ആവട്ടെ എത്തരത്തിൽ ഏറ്റെടുത്തു അല്ലെങ്കിൽ നിശ്ചയം ഏറ്റെടുത്തു. ആര്? മുസന്നിഫുഹു, മുഹററിന്റെ മുസന്നിഫ് റഹിമഹുല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ബിഅസ്ബിമാ യദ്ഹറു, വെളിവാകുന്ന ഒന്നിന്റെ സ്ഥിതി അനുസരിച്ച്. മിൻ ഖൗലിഹി, ബഹുമാനപ്പെട്ടവരുടെ വചനത്തിൽ നിന്ന്. എവിടെ? ഫി ഖുതുബത്തി, തന്റെ മുഖപുരയിൽ. എങ്ങനത്തതായ ഖൗലു നാസിൻ അലാമ അലൈഹിൽ മുഅ്ളം, ഒന്നിന്റെ മേൽ വ്യക്തമാക്കുന്നതായ നസ് ചെയ്യുന്നതായ ആ ഒന്നിന്റെ മേലാണ് മുഅ്ളം ബഹുഭൂരിഭാഗവും ഉള്ളത്. അങ്ങനത്തെ ഒന്നിന്റെ മേൽ നസ് ചെയ്യുന്ന തന്റെ മുഖപുരയിലുള്ളതായ ഖൗല്, ആ ഖൗലിൽ നിന്ന് വെളിവാകുന്ന ഒന്നിന്റെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോ പിന്നെ ഇവിടെ സംശയം വരിക. ഖൗലു സുബ്കി, ഇമാം സുബ്കി അവരുടെ വാക്ക് എന്ത്? ഇന്നഹാദ ലാ യുഫ്ഹിമു ഇൽത്തിസാമൻ എന്ന വാക്ക് എന്താ അർത്ഥം? ഈ പറഞ്ഞത് ഇൽത്തിസാം എന്നതിനെ മനസ്സിലാക്കി തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ വാക്ക് മുറാദുഹു, മൂപ്പരുടെ ഉദ്ദേശം അന്നഹു ലാ യുസദ്ദിഖു ബിഹി, ആ ഇൽത്തിസാം കൊണ്ട് വ്യക്തമാക്കി പറയുന്നില്ലല്ലോ എന്നാണ്. ആവട്ടെ ഇമാം റാഫി തങ്ങൾ ഏറ്റെടുത്ത കാര്യം എന്താണ്? ഐ അനുസ്സ ബിമാ ഫീഹി ഖിലാഫുൻ, ഖിലാഫുള്ളതായ കാര്യത്തിൽ വ്യക്തമായി നസ്സാക്കി പറയുക. വാലിബൻ, സാധാരണയിൽ. അലാമാ സഹഹു ഫീഹി, ഒന്നനുസരിച്ച്, ആ ഒന്നിനെ അവ സഹിയാക്കിയിരിക്കുന്നു. മുഅ്ളമുൽ അസ്ഹാബ്, അസ്ഹാബ് ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരിൽ ബഹുഭൂരിഭാഗവും ആ ഒന്നിൽ എന്താണോ അവർ സഹിയാക്കിയിട്ടുള്ളത് എങ്കിൽ ആ ഒന്നിന്റെ മേലിൽ വ്യക്തമാക്കുക എന്നുള്ളതും നസ്സാക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട് ഏറ്റെടുത്തത്. കാരണം ലി അന്നൽ ഖത്അ ഇലൽ ഖലീലി അഖറബു മിൻഹു ഇലൽ കസീരി. ഇവിടെ മുഅ്ളമുൽ അസ്ഹാബ് എന്നാ കൊടുത്തത്. അവിടെ ഖലീൽ ഉണ്ടല്ലോ. അപ്പൊ തെറ്റ് വരിക എന്നുള്ളത്, പിഴവ് സംഭവിക്കുക എന്നുള്ള ഖലീലേക്കാണ് അഖറബ്. അധികം ആളുകളിലേക്ക് ആ പിഴവ് ആയതിനേക്കാൾ കൂടുതൽ ഏറ്റവും അടുത്തത് ഖലീലിലേക്ക് ചേർക്കലാണ്. അതുകൊണ്ടാണ് മുഅ്ളമുൽ അസ്ഹാബ് എന്നിവിടെ പറഞ്ഞത്. വഹാദ, ഈ പറഞ്ഞത് തന്നെ ഹൈസു ലാ ദലീല യഅ്ളുദു മാ അലൈഹിൽ അഖല്ലൂന, കുറഞ്ഞതായ ആളുകൾ ആ ഒന്നിന്റെ മേൽ ശക്തി നൽകുന്നു, അങ്ങനത്തതായിരിക്കുന്ന ദലീലില്ലാത്തയിടത്ത്. അപ്പൊ ഈ പറഞ്ഞത് അതായത് മുഅ്ളമുൽ അസ്ഹാബ് സ്വഹിയാക്കിയതിന് നസ്സാക്കെന്ന് പറഞ്ഞു.
ഹൈസുല ദലീല ലക്ഷ്യമില്ലാത്തയിടത്ത്. എങ്ങനത്തെ യാളുതുമ്മ, എങ്ങനത്തെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ യാളുതുമ്മ ആ ഒന്നിനെ ശക്തിപ്പെടുത്തും, അലിഹി ആ ഒന്നിന്റെ മേലാണ് അക്കല്ലൂന അക്കല്യങ്ങളുള്ളത്. അപ്പൊ അക്കല്യങ്ങൾ കൊണ്ടുവന്നതായി ഒന്ന് ശക്തിപ്പെടുത്തുന്ന ദലീൽ ഇവിടെ ഉണ്ട് നോക്കുക. എന്നാ പിന്നെ മുഅല്ലമുൽ അസ്ഹാബിന്റെ എടുക്കൂല. ഇല്ല അങ്ങനെയല്ല എങ്കിൽ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞമാര് ശക്തിപ്പെടുത്തുന്നുണ്ട് നോക്കുന്ന ഉത്തുബിഹു, എന്നാ പിന്നെ ഈ അക്കല്ലിനോടാണ് പിൻപറ്റുക. ഇതില്ലാത്തയിടത്തേക്കാണ് ഈ പറഞ്ഞ നസ്ഖ് കൊണ്ടുവരിക. ഒമിൻ സമ്മ ഇങ്ങനെ ഇല്ലത്തുബിഹു എന്ന് പറഞ്ഞല്ലോ, അക്കാരണത്തിന് വേണ്ടി വഖഅ ലഹുമാ അഗ്നി അശ്ശൈഖൈനി, ഇമാം നബവി റാഫി റളിയല്ലാഹു അൻഹുമ എന്നീ രണ്ട് ഷെയ്ഖന്മാർക്ക് സംഭവിച്ചു. തർജീഹുമ്മ ഒന്നിനെ റാജിയാക്കൽ, അലൈഹിൽ അഖല്ലു മുഅല്ലമിനേക്കാൾ അഖല്ല്, മുഅല്ലമിനേക്കാൾ കുറവുള്ള ആൾ അഖല്ലല്ല, ആ അഖല്ല് ആ ഒന്നിന്റെ മേലാണോ, അങ്ങനത്തെ ഒരു മസ്അല റാജിയാക്കൽ ഇവർക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാ? അഖല്യങ്ങള് ശക്തിപ്പെടുത്തുന്നതായ ഒരു തെളിവിടെ കിട്ടിയത് കൊണ്ടാ. വലോ വായിദൻ ആ അഖല്ല് ഒരാളാണെങ്കിൽ പോലും ഫീ മുഖാബലത്തിൽ അസുഹാബി അസുഹാബിന്റെ മുഖാബലയിൽ ഒരാളുണ്ടെങ്കിൽ പോലും അയാൾ പറഞ്ഞ് റെഡിയായി വരികയാണെങ്കിൽ ശക്തി കിട്ടുന്ന ദലീലുണ്ടെങ്കിൽ അതാണ് റാജിയാക്കി പറയും. വഇതറലഹുൽ മുതഅഖിറൂന ശൈഖേനിയെ ഇഅ്തിറാദ് ചെയ്തിട്ടുണ്ട് മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാർ. ബിമാ ഒന്നുകൊണ്ട് റദത്തുഹു ആ ഒന്നുകൊണ്ട് ഞാനെന്താ ആ ഒന്നിനെ ഞാൻ മടക്കിയിട്ടുണ്ട്, അലൈഹിം മുതഅഖിരീങ്ങളുടെ മേലിൽ ഞാൻ റദ്ദ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നുകൊണ്ടാണ് ഈ ഷെയ്ഖൈനിയെ അവർ രണ്ടുപേരെയും മുതഅഖിരീങ്ങളായ റദ്ദ് ചെയ്തത്. എവിടെയാണ് ഈ മുതഅഖിരീങ്ങളുടെ മേൽ ഞാൻ റദ്ദ് ചെയ്തത്? ഫീ ഖുതുബത്തി ശറഹുൽ ഉബാബ്, ഷറഹുൽ ഉബാബ് എന്ന് പറയുന്ന കിതാബിന്റെ മുഖവരയിൽ മുതഅഖിരീങ്ങളുടെ മേലിൽ ഞാൻ അവർ പറഞ്ഞ കാര്യത്തെ റദ്ദ് ചെയ്തിട്ടുണ്ട്. അതേ റദ്ദ് എടുത്തിട്ടാണ് ഇവിടെ ഇത്റാദ് നടത്തിയിട്ടുള്ളത്. അശർത്തു ഇലൈഹി അതിലേക്ക് ഞാൻ എന്തായിട്ടുണ്ട് ചൂണ്ടിയിട്ടുണ്ട്. ഫീമാ മറ മുമ്പ് കഴിഞ്ഞു പോകുന്നതിൽ ആനിപ്പൻ ഇപ്പോ അടുത്ത് ഞാൻ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പ് പറഞ്ഞല്ലോ, നല്ലോണം ഞാൻ എന്തായി കടത്തി, നല്ലോണം ഞാൻ അതോടൊപ്പം തന്നെ ബാലകുത്തു ഞാൻ നല്ലോണം അധികരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ബിമാ ഖറർതുഹു ഞാനിവിടെ ഉറപ്പിച്ച് പറഞ്ഞല്ലോ, വാലിബൻ എന്നും വഹാദ ഹൈസുല്ല ദലീല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഈ ഒരു കാര്യം കൊണ്ട് എന്തബിൽ ഇത്റാദു അല റാഫിഇ ഇമാം റാഫിയുടെ മേലുള്ള ഇത്റാദ് ഇവിടെ ഇല്ലാതെയായി പോകും. എന്തുകൊണ്ടുള്ള ഇത്റാദ്? ബി അന്നോ നിശ്ചയമായിട്ടും ഇമാം റാഫി തങ്ങള് കത് യജ്സുമു ചിലപ്പോൾ ഉറപ്പിക്കാറുണ്ടല്ലോ, ബി ബഹസിൻ ലിൽ ഇമാമിയ വൈരിഹി ഇമാമിനോ അല്ലെങ്കിൽ ഇമാം അറമേനി അല്ലാത്ത ആളുകൾക്കുള്ള വയസ്സെടുത്ത് ഉറപ്പിക്കാറുണ്ട് ചിലപ്പോൾ എന്നൊരു ഇത്റാദ് കൊണ്ടുവരാം. ആ ഇത്റാദിനെ ഇല്ലാതെയാക്കിയത് എന്തുകൊണ്ടാണ്? വാലിബൻ എന്നും വഹാദ ഹൈസുല്ല ദലീല യഅദുദു മാ അലൈഹിൽ അഖല്ലൂന എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാതെയായി. വൽ ജവാബി അൻഹു അതിനെ തൊട്ട് മറുപടിയുമുണ്ട്. ആ മറുപടിയും എന്താണെന്നറിയാം. അവൽ ജവാബു അൻഹു അങ്ങനെ ഇത്റാദ് ചെയ്തിട്ട് ആ ഇത്റാദിനെ തൊട്ട് മറുപടിയുമുണ്ട്. ആ മറുപടിയും ഇല്ലാതെയായി. എന്തുകൊണ്ട്? ബി അന്നഹു നിശ്ചയമായിട്ടും അദ്ദേഹം ഇമാം റാഫി ഇന്നമായ അനുദാലിക്ക ഇത് ഇമാം റാഫി തങ്ങൾ ചെയ്യുന്നത് ഫീമാ ഫീഹി ഒന്നിലാണ്. ആ ഒന്നില് തഖീദുൻ ഒരു ഖൈദാക്കലുണ്ട് ലിമാ അത്ലഖുഹു ആ ഒന്നിനെ പണ്ഡിതന്മാർ ഇത്ലാഖാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത്ലാഖാക്കിയതിന് ഖൈദാക്കലുണ്ട്. അത്തരം ഖൈദാക്കൽ വരുന്നുണ്ടെങ്കിലാണ് ഇമാം റാഫി തങ്ങൾ ഇത് പ്രവർത്തിക്കാറുള്ളത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇത്റാദിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയും ആ ഇത്റാദൊക്കെ ഇവിടെ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഇല്ലാതെയായി. وردُّهُ بأن هذا لا يترد في كلامه على أن الذي في المجموع وغيره. وردُّهُ അതിനെ റദ്ദ് ചെയ്യൽ എന്തുകൊണ്ട്? ബി അന്ന ഹാദ നിശ്ചയമായിട്ടും ഈ പറഞ്ഞത്
നിശ്ചയം ഈ പറഞ്ഞത് ലായത്തരിതു വരികയില്ല ഫീ കലാമിഹി മുസന്നിഫിന്റെ കലാമില് അല അന്നല്ലതി ഒന്നോടുകൂടെ എവിടെ ഫീൽ മജ്മൂഇ മജ്മൂഇലും വഗൈരിഹി മജ്മൂ അല്ലാത്തതിലുമുള്ള ഒന്നോടുകൂടെ മുസന്നിഫിന്റെ കലാമിൽ വാരിദായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്താ വാരിദായത്? അന്നമാ ദഖല ഫി ഇത്ലാഖിൽ അസ്ഹാബി അസ്ഹാബ് ഇത്ലാഖാക്കിയതിൽ കടന്നതായ ഒന്ന് അത് മുനസ്സലുൻ മൻസിലത്ത തസ്രീഹിം ബിഹി അതുകൊണ്ട് വ്യക്തമാക്കി അസ്ഹാബ് പറഞ്ഞ പോസ്റ്റിലാണ് അസ്ഹാബ് ഇത്ലാഖാക്കിയതിൽ കടന്നു വന്ന ഒന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞല്ലോ അന്നഹു ഇന്നമാ യഖ്ഉദാലിക ഫീമാ ഫീ തഖീദുൻ ലിമാ അത്ലഖൂഹു അസ്ഹാബ് ഇത്ലാഖാക്കി പറഞ്ഞ ഒന്നിനെ ഖൈദാക്കുക അത്തരം ഖൈദാക്കുന്ന കാര്യത്തിലാണ് ഈ പറഞ്ഞത് പറഞ്ഞു. നവറദ്ദുഹു അതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ബി അന്നഹാദ നിശ്ചയമായിട്ട് ഈ പറയുന്നത് ലായത്തരിതു അത് വാരിദാകുന്നതല്ല മുത്തരിദാകുന്നതല്ല ഈ കലാമി മുസന്നിഫിന്റെ കലാമിനെന്ന് പറഞ്ഞിട്ട് അപ്പൊ റാവി ഇമാം ഫൈമ മനസ്സിലാക്കി ഫീമ ഇൻഫറദ ബിഹി വായിദുൻ ഒരാള് അതുകൊണ്ട് തനിച്ചു. ആ തനിച്ച് ഉള്ള മസ്അലയിൽ ഇമാം റാബി തങ്ങൾ മനസ്സിലാക്കി അന്നഹു മുവാഫിഖുൽ ഇത്ലാഖിഹിം അസ്ഹാബ് ഇത്ലാഖാക്കിയതിനോട് ഈ ഒരാൾ പറഞ്ഞത് യോജിക്കുന്നതാണ് എന്നത് മനസ്സിലാക്കിയെടുത്തതായിരിക്കാം. അപ്പൊ നസ്സലഹു അപ്പോൾ ഇമാം റാബി തങ്ങൾ ആ ഒരാൾ പറഞ്ഞതിനെ ഇറക്കി മൻസിലത്ത തസ്രീഹിം ബിഹി ആ ഒന്നുകൊണ്ട് അവര് വ്യക്തമാക്കി പറഞ്ഞ പോസ്റ്റിലാക്കിയിട്ട് ഇതിനെ ഇറക്കി. അങ്ങനെയാവാം. ഇനി വഫ എന്നും വായിക്കാം. വഫ ബിത്തഖ്ഫീഫി വത്തശ്ദീദി ഇമാം റാഫി തങ്ങൾ എന്താക്കി പൂർത്തിയാക്കി. ബിമൽതസമഹു ബഹുമാനപ്പെട്ടവർ ഏറ്റെടുത്ത കാര്യം കൊണ്ട് പൂർത്തിയാക്കി. അല്ലെങ്കിൽ ഇമാം റാഫി തങ്ങൾക്ക് എന്തായി ഏറ്റെടുത്ത കാര്യം കൊണ്ട് മുഹറർ പൂർത്തിയായി എന്നും വെക്കാം. ഇനി എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗം പണ്ഡിതന്മാരിലേക്ക് വിട്ടുതരികയും വയസിഖു അല കഴിഞ്ഞിട്ട് പിന്നെ ഔദുൽ മുഹറ അല ബുഇദിന്ന അല്ലെങ്കിൽ അല ബഅദി ഔദിൽ മുഹറ അതുകൊണ്ട് നന്നാക്കി കിതാബ് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടൊന്ന് വിട്ടു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇനി നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കി. എനിക്ക് അവിടെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഭാഗം വിടുകയാണ്. ചർച്ച ചെയ്താൽ എനിക്ക് ഉപകാരപ്പെടുമല്ലോ. അസ്തമ ലഹറ ലഹു ഇമാം റാവി തങ്ങൾക്ക് വെളിവായ സ്ഥിതി അനുസരിച്ചൊക്കെ പൂർത്തിയാക്കി ഏറ്റെടുത്തത്. അവിത്തലായ അലേഹി ദാലിക്കൽ വഖത്തി അല്ലെങ്കിൽ ഈ കിതാബ് രചിക്കുന്ന സമയത്ത് അതിന്റെ മൂപ്പര് അതിന്റെ മേൽ വെളിവായി ആ സമയം അതനുസരിച്ച് ഏറ്റെടുത്തതൊക്കെ പൂർത്തീകരിച്ചു. അപ്പൊ പിന്നെ വലാ യുനാഫി അങ്ങനെ വരുമ്പോൾ മുസന്നിഫിന്റെ ഖൗല് എതിരാകൂല. എന്ത് വഫാ ബിമൽതസമഹു എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ അത് എതിരാകുന്നതല്ലോ. ഇസ്തിറാഖഹു അലൈഹി ആ വാക്കിന്റെ മേൽ ഇസ്തിറാഖ് ചെയ്തിട്ടുണ്ട് മുസന്നിഫ്. ആ ഇസ്തിറാഖിനോട് ഈ വാക്കെതിരല്ല. ഭീമായ എത്തി ശേഷം വരുന്നുണ്ട് ആ ഇസ്തിറാഖ്. ആ ഇസ്തിറാഖിനോട് ഈ പറഞ്ഞത് എന്താവൂല, എതിരായി വരികയില്ല. വഹുവ മൽതസമഹു അതെന്ന് പറഞ്ഞാൽ അഥവാ ഇമാം നാഫി തങ്ങൾ ഏറ്റെടുത്തതായ ഒന്ന് മിൻ അഹമ്മിൽ മത്ലൂബാത്തി തേടപ്പെടുന്ന മുഖ്യമായ കാര്യങ്ങൾ പെട്ടതാണ് എന്നതാണ്. ഔ ഇവിടെ അർത്ഥം ഐ ബൽ എങ്കിൽ ഹുവാഹമ്മു അത് ഏറ്റവും മുഖ്യമായതാണ് എന്നതാണ്. മുഖ്യമായതിൽ പെട്ടതെന്നല്ല, മുഖ്യമായത് തന്നെയാണെന്നാണ്. പിന്നെ ജറുഹു അതിന് ജറ് ചെയ്യുക. മിൻ അഹമ്മീന്നിനടുത്ത് മിന്നടുത്ത് അഹമ്മീന് ജറ് ചെയ്യുക എന്നുള്ളത് മുഫ്സിറുൽ മാന അത് മാന എന്താക്കുന്നതാണ്, ഫസാദാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അവിടെ വരുന്നുണ്ട്. അപ്പൊ അഹമ്മു എന്ന് പറയുകയാണ് വേണ്ടത്. അഹമ്മുൽ മത്ലൂബാത്തി തേടപ്പെടുന്ന കാര്യങ്ങൾ വെച്ച് മുഖ്യമായത് തന്നെയാണ് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തത്. ആർക്ക് മുഖ്യമായത്? ലിമൻ യുരീദു മഅരിഫത റാജിഹി മിനൽ മദ്ഹബി മദ്ഹബിൽ നിന്ന് റാജിഹായതിനെ അറിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മുഖ്യമായതാണ്.
അവർക്ക് മുഖ്യമായി കിട്ടുന്നതാണ് ഇത്. വയസിഖു കൗനു ഔ എന്നുള്ളത് പറ്റും തെറുദീദിനാക്കാം, അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എങ്ങനെയാക്കാം. എന്തിന്? ഇബ്ഹാമൻ അലസാമി, ഇവിടെ മുഖാത്തബിന്റെ മേൽ മുബ്ഹമായതിന് കൊണ്ട് മിന്നഹം എടുത്തിട്ട് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തെറുദീദാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ വല്ലിന വെച്ചത് തൻഷീത്തല്ലഹു, അതിലേക്ക് മുഖാത്തബിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയും മുഖാത്തബിന്റെ മേലൊന്ന് ഇബ്ഹാമാക്കി തിരിച്ചറിയായ്മ അപ്പൊ തിരിച്ചറിവില്ലാത്തത് അല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് എവിടേക്കെങ്കിലും വയസ്സി ഒരു ചർച്ചയിലേക്ക് ഉന്മേഷം ചെയ്യുക. അന്താലിക്ക, അതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചയിലേക്ക് ഒന്നെന്താക്കുക, ഒരു ഉന്മേഷം വെക്കുക. അതിന് വേണ്ടിയിട്ട് തെർദീദാക്കാം. ഒലി തെൻവീറുമാക്കാം, ഒന്നിരിക്കൽ ഇത് രണ്ടിലാക്കി വെക്കാം. അവ ഏറ്റെടുത്തത് മുത്തലൂബാത്തിന്റെ അഹമ്മിൽ പെട്ടതാണ് ഒരിനം. അല്ലെങ്കിൽ ഇങ്ങനെ ഇനാക്കാം, മത്തുലുബാത്തിൽ അഹമ്മാണ്, അങ്ങനെയും വെക്കാം. നൗഇന്റെ ആക്കിയിട്ടും വെക്കാൻ പറ്റും. അത് ഇഷാറത്തൻ ചൂണ്ടിയതിന് വേണ്ടി ഇലാ അന്ന മാരിഫത്ത റാജിഹിനെ അറിയുക, മദ്ഹബിൽ റാജിഹിനെ അറിയുക എന്നുള്ളത് മിനൽ അഹമ്മി, അത് മുഖ്യമായതിൽ പെട്ടതാണ്. ബിൻ നിസ്ബത്തി ലിമൻ യുരീദുൽ ഇഹാത്തത ബിൽ മദാരിക് ലക്ഷ്യങ്ങളെ കൊണ്ടൊക്കെ തഫ്സീലിയായിരിക്കുന്ന ലക്ഷ്യങ്ങളെ കൊണ്ട് ചുറ്റി അറിയുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ചേർത്തി നോക്കുമ്പോൾ മുഖ്യമായതിൽ പെട്ടതാണ് മദ്ഹബിൽ റാജി എന്താണെന്ന് അറിയുക, അതിലേക്ക് ചൂണ്ടുക. വഹിയായി മദാരിക്കോ അൽ അഹമ്മു, അത് ഏറ്റവും മുഖ്യമായതാണ്. ലിമൻ യുരീദു മുജറദൽ ഇഫ്തായി, ഫത്വ കൊടുക്കൽ മാത്രം ഉദ്ദേശിക്കുന്ന ആൾക്ക് മുഖ്യമായതാണ് തഫ്സീലിയായിരിക്കുന്ന ലക്ഷ്യങ്ങള്. അല്ലെങ്കിൽ അവൽ അമല, അല്ലെങ്കിൽ എന്താണ് അമലിനെ ഉദ്ദേശിക്കുന്ന ആൾക്ക്. മുദ്രിക്കമ്പിൽ അക്കിസ്, ഇനി അക്കിസ് കൊണ്ട് മുദ്രിക്കാക്കുക, ഇതിനെ നേരെ എതിരെടുത്തിട്ട് മുദ്രിക്കാക്കുക. അങ്ങനെ മുദ്രിക്കാക്കുന്ന രൂപത്തിലും മുദ്രിക്കിന്റെ വിഷയത്തിലും എന്താണ് അങ്ങനെയാക്കാം. ഇവിടെ പറയുന്നത് നേരെ എതിരെടുത്തിട്ട് എങ്ങനെ പറയാ? മദ്ഹബിൽ റാജിഹായതിനെ അറിയുക എന്നുള്ള അഹമ്മാണ്. എന്തുകൊണ്ട്? മദാരിക്ക് കൊണ്ട്. ആ മദാരിക്കാണെങ്കിലോ മുഖ്യമായതിൽ പെട്ടതാണ്, ഇങ്ങനെയും വെക്കാം. ബൽ പിന്നെയോ ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ ഹിയൽ ഹമ്മു മുത്ലഖൻ, യഥാർത്ഥത്തിൽ പിന്നെ ഇവിടെ പറഞ്ഞാല് എന്താണ് അല്ല, യഥാർത്ഥത്തിൽ ഹഖീഖത്ത് അഹമ്മ് എന്നുള്ളതാണ്. അവിടെ ഒരു ഖൈദുമില്ല. കല്ലന ഇലൂഹ, ഇതിനെ എത്തിക്കുന്ന ആൾക്കാർ എത്ര കുറഞ്ഞു പോയാലും ഈ മാരിഫത്തുണ്ടല്ലോ റാജിഹിനെ മുദ്രിക്കുന്നതിലേക്ക് റാജിഹായതിനെ അറിയുക എന്നുള്ള ആൾക്കാർ എത്തിക്കൊരു കുറവാണ്. അങ്ങനെ കുറഞ്ഞു പോയാൽ പോലും അഹമ്മ് ഇത് തന്നെയാണ്. ഒമിൻ സമ്മ, അക്കാരണത്തിന് വേണ്ടിയാണല്ലോ ഈ കില്ലത്തുണ്ടായത് കൊണ്ടാണ് ഖാലഫ ഷാഫിഈയു വഅസ്ഹാബുഹു, ഷാഫി ഇമാമും തന്റെ ശിഷ്യന്മാരും എതിരായത്. ഫീ മസായില കസീറത്തിൻ, അധിക മസ്അലകളിലും. അക്സറുൽ ഉലമായി, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരോടും എതിരായത്. ഇങ്ങനെ മുദ്രിക്കുന്ന നിലക്ക് റാജിഹായതിനെ അറിയുക എന്ന് എത്തിക്കുന്ന ആൾക്കാർ കുറവായതുകൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിശേഷം. ഇനി ലാക്കിൻ, എങ്കിലും. ലാക്കിൻ എന്ന് പറയുന്നത് ജവാബുൻ അമ്മാ യുഖാലു, പറയപ്പെടുന്ന ഒന്നിനെ തൊട്ട് മറുപടിയായിട്ടുള്ള, ഇതാണ് ആ ഇസ്തിദ്റാക്ക്. അതിനോട് എതിരല്ല വപ്പ എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ വാക്കെന്നർത്ഥം. ഇദാ കാന ബിആദിഹിൽ കമാലാത്തി, ഈ മുഹറർ എന്ന് പറയുന്ന കിതാബ് ഇത്തരം കമാലാത്തുകളുമായി ബന്ധപ്പെട്ട കിതാബാണെങ്കിൽ ഫലിമ ഇഖ്തസർതഹു വഅതറൽതഹു, പിന്നെ എന്തിന് ഈ കിതാബിനെ ചുരുക്കി നിങ്ങൾ? അതോടൊപ്പം തന്നെ എന്തിന് നിങ്ങൾ ഇതിന് ഇത്റാന്ന് പറഞ്ഞു? ബി ഇബ്ദാഇ ഉദ്റൈനി, രണ്ട് കാരണങ്ങൾ വെളിവാക്കിക്കൊണ്ട്. ആ രണ്ട് കാരണങ്ങൾ സാനിഹിമ, രണ്ടിൽ രണ്ടാമത്തേത് യുഅലമു, അതിനെ അറിയപ്പെടുന്നതാണല്ലോ. മിൻ ഖൗലിഹി,
മുസന്നിഫിന്റെ വാക്കിൽ നിന്ന് മിൻഹത്ത് തംബീഹു ഇലാ ആഖിരിഹി എന്ന വാക്കുണ്ട്. ആ വാക്കിൽ നിന്ന് രണ്ടാമത്തെ കാരണത്തെ അറിയുന്നു. അവലുഹുമ അവ രണ്ടിൽ ആദ്യത്തേത് ഹുവ അത് അൻഹു വഖഅ എന്നുള്ളതുമാണല്ലോ. ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയായിട്ടാണ് ലാക്കിൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെ മുന്തിയതായ പരിപൂർണമായുള്ള കിതാബാണെങ്കിലും ഫി ഹജ്മിഹി അതിന്റെ വണ്ണത്തിൽ ഹജ്മുഷൈ ഒരു വസ്തുവിന്റെ ഹജ്മെന്ന് പറഞ്ഞാൽ ജിർമുഹു അതിന്റെ തടി. എങ്ങനത്തെ തടി? അന്നാതിയുമിൽ അർളി ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അതിന്റെ തടി എന്നതാണ് അർത്ഥം ഹജ്മുഷൈ. അങ്ങനത്തെ ഹജ്മാണ് ഈ കിതാബിന്റെ ഹജ്ം എന്ന് പറഞ്ഞാൽ അതിന്റെ വണ്ണവൽപ്പത്തിൽ ഖബുറ വലുതായി വിദൂരത്തായി ഇഖ്തലാ ബുഅദഹു ആ മുഹറർ ബുഅദാണ് എന്നതിനെ തേടുന്നു ഖബുറ എന്നുള്ളത്. വലിയതായി അൻ ഹിഫ്ളി അഖ്ദരി അഹ്ൽ അസ്രി കാലഘട്ടത്തിൽ അധിക ആളുകളും അതിനെ ഹിഫ്ളാക്കാൻ കഴിയാതെയായി. അതാണ് പറഞ്ഞത്. അസ്ർ എന്ന് പറഞ്ഞാൽ റാഹിബീനെ ആഗ്രഹിക്കുന്നവർ ഫീമാ ഒന്നില് ഒന്ന് അൽ അഹ്റ ലിൽ മുതവഖിഹി ദീനിലെ കർമ്മശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബന്ധമായതാണ് ഒന്ന്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിഭാഗം ആളുകൾക്കും ഇത് ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല. മിൻ ഹിഫ്ളി മുഖ്തസരി ഫിൽ ഫിഖ്ഹി അല്ലാഹിൽ ഖൽബ് ഹൃദയത്തിൽ വെച്ച് ശരിക്കും മനഃപ്പാടമാക്കാൻ ഫിഖ്ഹിൽ മുഖ്തസറായ കാര്യത്തെ എന്താവാണ് ഹിഫ്ളാക്കാൻ കഴിയും. അതിനേക്കാൾ വലിയ പ്രയാസമാണ് ഇതിനെ ഹിഫ്ളാക്കാൻ. വൽ അസ്ർ ഇവിടെ അസ്ർ എന്ന് പറയുന്നത് ഫത്ത് കൊടുത്തിട്ട് പറയാ, അല്ലെങ്കിൽ ലമ്മ് കൊടുത്തിട്ട് പറയാ, സുക്കൂൻ കൊടുത്തിട്ട്. അവ അസ്ർ ഉസ്ർ എന്നും പറയാ, അല്ലെങ്കിൽ അസുറു ലൊമ്മത്തേനി ലൊമ്മ് കൊടുത്തിട്ടും പറയാം. വൽ അൽ ഫീഹി അതിലുള്ള അലിഫ്ലാമിൽ അഹ്ദി ദിഹ്നി ദിഹിനിൽ അറിയപ്പെട്ടതായിരിക്കുന്ന മാരിഫാക്കുള്ള അലിഫ്ലാമാണ് അല്ലെന്നുള്ളതാണ്. വഹുവഹുന അങ്ങനത്തെ അസ്രി ഇവിടെ അസ്സമനുൽ ഹാദിറു ഇവിടെ സന്നിഹിതമായിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് വെക്കണം. വബിൽ ആയത്തിലുണ്ടല്ലോ കുല്ലു സമൻ എല്ലാ സമൻ. വബിൽ ആയത്തിന് കുല്ലു സമൻ എല്ലാ സമനും പെടും. ഇവിടെ വലസ്രിന്ന് ആയത്ത് പറഞ്ഞ എല്ലാ സമനുമാണ്, കഴിഞ്ഞതും വരാനും ഉള്ള എപ്പോഴുള്ള കാലം. ഇവിടെ പറഞ്ഞ അസറിന്റെ അർത്ഥം ഇപ്പൊ ഇവിടെ ഉള്ള കാലം എന്നതാ. ആർക്ക് വെച്ച് ഇല്ലാ ബാല അഖിൽ ഇനായാത്തി വളരെയധികം ശ്രദ്ധിക്കുവാൻ കഴിവുള്ള ആളുകളുണ്ട്. അവരിന്ന് കുറച്ച് ആളുകൾ വെച്ച് അവർക്ക് മനപ്പാടാക്കാൻ കഴിയും, എല്ലാവർക്കും കഴിയൂല. മിൻകു എന്ന് പറഞ്ഞ ഈ അക്സറിൽ നിന്ന് വഹുവ ഈ ബാദ് മൻ ഒരുത്തരാണ്. അങ്ങനത്തെ ഒരുത്തൻ അവന്റെ ഹിഫിദിൽ ഒരു അസാധാരണ സംഭവം കൊണ്ട് ശക്തി നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണ് ഈ ബാദ്. അയാൾക്ക് ഹിഫിദാക്കാൻ കഴിയും. അപ്പൊ പല യക്ബറു അയാൾക്ക് വലിയ പ്രശ്നമൊന്നും വരൂല. അയ്യാളമു അലേഹിം അത്തരം ആളുകൾക്ക് എന്താകൂല, ബുദ്ധിമുട്ടാവൂല, പ്രയാസമാവൂല. ഹിഫുല്ലു അബ്സത്തി മിൻഹു അതിൽ നിന്ന് അബ്സത്തായത് ഏതോ ആ മദ്യമായതിനെ ഹിഫുല്ലാക്കാൻ വലിയ പ്രയാസം വരൂല. ഫാദിലൻ അന്നു അതിനെ തൊട്ട് ഒന്നും കൂടി കേറി പറയട്ടെ, അതിന്റെ അപ്പുറം മനപ്പാടാക്കാനും ബുദ്ധിമുട്ടാവൂല. ഇനി ഇവിടെ ഇസ്തിസ്ന കൊടുത്തു ഇല്ല. സുമ്മൽ ഇസ്തിസ്നാഉ ഈ ഇസ്തിസ്നയാകുന്നത് ഇൻകാന മിൻ അഖിൽ അഖിലിൽ നിന്നാണ് ഇസ്തിസ്ന എങ്കിൽ ലസിമ നിർബന്ധമായി അന്നഹു മുസ്തദറക്കുൻ അത് ഇസ്തിദ്റാക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അഖിലിന്ന് ബാധയുകയെ കാരണം അന്നഹു നിശ്ചയമായിട്ടും ഈ ഇല്ല എന്ന് പറഞ്ഞ ഇസ്തിദ്റാക്ക് മുസ്തഇനിൻ അൻഹു ഈ ഇല്ല ആ ഇസ്തിറാഖിനെ തൊട്ട് ആവശ്യം തീർക്കുന്നതാണ്. അപ്പോൾ ഇല്ല മതി ഇസ്തിറാഖിന്. കാരണം ഇന്നഹു നിശ്ചയമായിട്ടും വെളിമാമി മഫ്ഊലി അക്സർ അക്സർ എന്നതിന്റെ മഫ്ഹൂമെന്ന് അറിയപ്പെട്ടു. എന്ത്? ഇല്ല അൻ യകൂന സ്വറഹ ബിഹി ഇല്ല അൻ യകൂന സ്വറഹ ബിഹി അതുകൊണ്ട്
വ്യക്തമായി മുസന്നിഫ് പറഞ്ഞു. അങ്ങനെ വ്യക്തമായി പറഞ്ഞാൽ ഒഴികെ എന്നുള്ളത് ആ അക്സറിന്റെ മഫ്ഹൂമിൽ നിന്ന് കിട്ടി. ഇല്ലാ ബഅദ അഖിലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഇഫാദത്തി വസ്ഫിൽ അഖല്ലി, അഖല്ലിന്റെ വസ്ഫ് മനസ്സിലാക്കി തന്നതിന് വേണ്ടി. അല്ലദീന, എങ്ങനത്തെ അഖല്ല്? യഹ്ഫദൂനഹു, അവര് മുഹററിനെ ഹിഫ്ളാക്കുന്നുണ്ട്. അങ്ങനത്തെ അഖല്ലിന് വസ്ഫ് കൊടുത്തു. എന്താ വസ്ഫ്? ബി കൗനിഹിം, അവരായിരിക്കുക മിൻ ദവിൽ ഇനായാത്ത്, വളരെയധികം ശ്രദ്ധിക്കുവാൻ തന്റെ ഇടമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാവുക എന്നുള്ളതാണ് അഖല്ലിന് വിശേഷണം നൽകിയത്. ആ അഖലിന്റെ വിശേഷണം ഇവിടെ മനസ്സിലാക്കി തന്നു. ആ മനസ്സിലാക്കി തന്നതുകൊണ്ട് തന്നെയാണ് അഖിലിൽ നിന്ന് എടുത്തുകൊണ്ട് ഇല്ലാ ബഅദ അഖിൽ ഇനായാത്ത് എന്നുള്ളതായിരിക്കുന്ന സംഭവം അക്സറിന്റെ മഫ്ഹൂമിൽ നിന്ന് വ്യക്തമായി കിട്ടിയതുപോലെ ആയിപ്പോ. വൈങ്കാനമിൻ അക്സർ, ഇനി ഇല്ല എന്ന് പറഞ്ഞ ഇസ്തിന അക്സർ എന്നാണ് വെക്കുക. ലസിമദാലിക്ക അയ്ലൻ, അഖിലിൽ നിന്ന് ഇഷ്ടത്തിന് ചെയ്തപ്പോ ഇഷ്ടതരാക്കൽ തന്നതുപോലെ വീണ്ടും അത് ഇഷ്ടതരാക്കൽ ലാജിമാക്കുന്നു. അന്നോ മുസ്തദറക്കുന്ന ഇല്ല അയ്യുകാല, പറയപ്പെട്ടാൽ ഒഴികെ. എന്ത്? ഇന്ന ഫീഹി, നിശ്ചയമായിട്ടും ഇതിലുണ്ട് ഫായിദത്ത്, ഒരു ഫായിദയുണ്ടെന്ന് പറയപ്പെട്ടാൽ ഒഴികെ. ഈ ആ ഫായിദ എന്താണ്? ഇഫാദത്തു അന്നൽ അഖല്ലീന, നിശ്ചയമായിട്ടും അഖല്ലീങ്ങള് ലാ യഅ്ലുമു അലൈഹിം, അവരുടെ മേലില് വണ്ണമായതല്ല, ബുദ്ധിമുട്ടാവുന്നതല്ല. ഇഫ്ളുഹു, ഈ കിതാബിനെ ഇഫ്ളാക്കാൻ ബുദ്ധിമുട്ടാകുന്നതല്ല. എന്തുകൊണ്ട്? ലിതഹമ്മുലിഹിം മശഖത്തുഹു, അതിനുള്ളതായിരിക്കുന്ന വിഷമങ്ങൾ അവർ സഹിച്ചതിന് വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാവില്ല. അങ്ങനത്തെ അഖല്ലാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഫായിദ ഇതിലുണ്ട് എന്നത് പറഞ്ഞാലൊഴികെ. ബഅദുൽ അക്സർ, ബഅദുൽ അക്സർ, അക്സറിന് ബഅദ് ലാ യഅ്ലുമു അലൈഹിം ഇഫ്ളുഹു, അവർക്ക് മനഃപ്പാടമാക്കാൻ പ്രയാസമാവൂല. അതെന്തുകൊണ്ട്? ഇതാണ് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കി തരുന്നത് അക്സറുൽ ബഅദ്, മറ്റത് മനസ്സിലാക്കി തന്നത് അഖല്ലുൽ ബഅദ്. അപ്പൊ അക്സറുൽ ബഅദ് അവർക്ക് ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ട്? ലി കൗനിഹിം മിനൽ ഇനായാത്തി, ഇനായാത്തിന്റെ കൂട്ടക്കാരിൽ പെട്ടതുകൊണ്ട്. ഫൽ മഫാദു മിൻ മഫ്ഹൂമിൽ അക്സർ, അക്സറിന്റെ മഫ്ഹൂം എന്ന് മനസ്സിലാക്കപ്പെടുന്നത് വൈറുൽ മഫാദി ബിൽ ഇസ്തിത്നാഇ, ഇസ്തിത്ന കൊണ്ട് മനസ്സിലാക്കപ്പെടുന്നതല്ല എന്ന് മനസ്സിലായല്ലോ. ഇതാണ് മഫാദ്. ഈ മഫാദ് ഇവിടെ പറഞ്ഞാൽ ഇവിടെ രണ്ടും രണ്ടാണ് തിരിഞ്ഞല്ലോ. അപ്പൊ ബഅദുൽ അക്സർ എന്ന് പറഞ്ഞ ഇസ്തിത്ന കൊണ്ടുള്ള മഫാദ്. അപ്പൊ ഈ രണ്ട് മഫാദും തഅമ്മൽ, ചിന്തിച്ചു നോക്ക്, രണ്ടും രണ്ടാണ് എന്നുള്ളത്. ഫറഅയ്തു, അങ്ങനെ ഞാൻ എന്തായി? അഭിപ്രായപ്പെട്ടു, ആലോചിച്ചു. മിനർ റഈ, റഈയിൽ നിന്നുള്ളതാണ്. റഈയത്ത് എന്നതല്ല ഈ റ. അപ്പൊ കാണുക എന്നുള്ള അർത്ഥത്തിലല്ല. റഈ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്താണ്? ഞാൻ അഭിപ്രായപ്പെട്ടു എന്നൊക്കെ പറയലുണ്ട്. അല്ല, ആലോചിച്ചു. ഫിൽ ഉമൂരിൽ മുഹിമ്മ, മുഖ്യമായതായ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ആലോചിച്ചു. ഐ ഫബി സബബി ആജിസിൽ അക്സരി അൻ ഹിഫ്ളിഹി, മുഹററിനെ മനഃപ്പാടമാക്കാൻ അധിക ആളുകൾക്കും കഴിവില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ആ കാരണം കൊണ്ട് അറത്തു, ഞാൻ ഉദ്ദേശിച്ചു. ബഅദത്തറബി വത്തിലായി ത്വരീഖിൽ ഇഖ്ദാമി, അങ്ങനെ മുന്നിടുക എന്നതിന്റെ വഴി എന്തൊക്കെയാണ് നല്ലോണം ഞാൻ ആലോചിച്ചു. എങ്ങനെയൊക്കെ പറ്റും ചിന്തിക്കുകയും നല്ലോണം ആലോചിക്കുകയും വെളിവാക്കുകയൊക്കെ ചെയ്തു. ദാഹമൊക്കെ മാറ്റി, നല്ലോണം ഞാൻ ദാഹിച്ചു, പിന്നെ ദാഹം മാറ്റി കൊടുത്തു. ഇങ്ങനെ ആയതിന്റെ ശേഷം ഞാൻ ഉദ്ദേശിച്ചു എന്ത്? ഇഖ്തിസാറുഹു, ആ മുഹറിനെ കൊണ്ട് ചുരുക്കാൻ. മുസ്തൗഇബൻ ലി മഖാസിദിഹി, എങ്ങനത്തെ ചുരുക്കല്? ആ മുഹറിൽ എന്തൊക്കെ ഉദ്ദേശിക്കപ്പെട്ടതുണ്ടോ അതിനൊക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ചുരുക്കാൻ ഉദ്ദേശിച്ചത്. ബി ഹസ്ബിൽ ഇംകാനി, കഴിവിന്റെ പരമാവധി അങ്ങനെ ചുരുക്കാൻ തീരുമാനിച്ചു. ഔ വാലിബൻ, അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പണി
അങ്ങനെ. അപ്പൊ പല എഴുതു മാ, അപ്പൊ പിരിഞ്ഞു വരൂല, ഒരു സംശയം വരൂല. ഹദഫുഹു, ആ ഒന്നിനെ മുസന്നിഫ് കളഞ്ഞു. മിൻഹു, അതിയിൽ നിന്ന്, സഹുവൻ മറന്നും കൊണ്ടോ അല്ലെങ്കിൽ ഔലി അഹദീമിൻ നദീരിഹി, അത് പോലോത്ത് നിന്ന് ഈ മസല പിടിച്ചത് കൊണ്ടായിരിക്കാം അവിടെ കളഞ്ഞത്, അല്ലെങ്കിൽ മറന്നു കളഞ്ഞു. ഇത്തരം കാര്യങ്ങളൊന്നും ഇനി സംശയമായിട്ട് വരാൻ സാധ്യതയില്ലല്ലോ. വാലിബെന്നും ബിഅസ്മിൽ ഇൻകാ എന്നൊക്കെ പറയുമ്പോ എന്തിനാ ഞാൻ അങ്ങനെ ആലോചിച്ചത് ചുരുക്കാന്? നിസ്ഫി ഹജമിഹി, ഈ മുഹറിന്റെ വണ്ണവൽപ്പത്തിന്റെ വലിയ കിതാബ് തന്നെയാണത്. ആ മുഹറിന്റെ ഹജമ്, അതിന്റെ തടിപ്പ്, ആ തടിപ്പിന്റെ പകുതി പോലോത്തതിലായിട്ട് ചുരുക്കുക, ഒരു പകുതി കൊണ്ട് ചുരുക്കുക. നിസ്ഫ് എന്നുള്ളടത്ത് തെസ്ലീസി അവലി, അതിന് 3 ഇറാബ് എടുത്ത് വായിക്കാം. നുസ്ഫ്, നസ്ഫ്, നിസ്ഫ് എന്നൊക്കെ പറയാം. ഖുർബിഹി, ഏകദേശം എന്ന് പറഞ്ഞാൽ ആ പകുതിയുടെ അടുത്ത് കണ്ട് ചുരുക്കാനാ. ഇത് സിയാദത്തിൻ ഔ നഖ്സിൻ, അതൊന്നിരിക്കൽ കൂടുതലാകും അല്ലെങ്കിൽ ചുരുക്കം വരും. ഈ 2 രീതിയിലൂടെ പകുതിയോട് അടുത്ത് കണ്ട് ഉണ്ടാക്കാൻ ഞാൻ അഭിപ്രായപ്പെട്ടു ചുരുക്കാൻ. ഫലായുനാഫി സിയാദത്തുഹു അല നിസ്ഫി, അങ്ങനെ വരുമ്പോ പകുതിയേക്കാൾ കൂടുതലായി എന്നുള്ളതിനോട് ഈ വാക്കെതിരാകുമോ, ഈ ചുരുക്കലെതിരാകുമോ? ഇല്ല. കാരണം അന്നഹു മഅമാ സാദഹു അലൈഹി, പകുതിയേക്കാൾ മുസന്നിഫ് കൂട്ടി കൂടുതൽ കൊണ്ടുവരുന്ന ഒന്നോട് കൂടെ ഈ പറയുന്ന മുഖ്തസറായ കിതാബ് ലൻ യബ്ലു സലാസത്ത അർബഈഹി, അങ്ങനെ കൂടുതൽ കൊണ്ടുവന്നാൽ തന്നെ മുഹററിനെ 4 ഭാഗിച്ചാൽ ആ 4ന്റെ ഒരു 3 ഭാഗത്തേക്ക് എത്താൻ കഴിയൂല. അത്രയും ആണ് മുഹറ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂട്ടി വന്നാലും സിയാദത്ത് പകുതിയിലേറെ വന്നില്ലേ എന്നുള്ള എതിർപ്പ് വരാൻ സാധ്യതയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചുരുക്കുന്നു ചോദിച്ചാല് ലിയസ്ഹല, എളുപ്പമാവാൻ വേണ്ടി. എന്തിനാ ഇല്ലത്തൻ ലിമാ മഖദഹു, മുസന്നിഫ് ഇവിടെ ഒരു ശരിപ്പെടുത്തി തന്ന സംഗതി ഉണ്ടല്ലോ, തംഹീദാക്കി റെഡിയാക്കി തന്ന ആ ഒന്നിനെ ഇല്ലത്ത, ആ റെഡിയാക്കി തന്നെന്തോ ഒന്നിനാൽ മിൻ തഖ്ലീലിഹി, ഇതിനെ ചുരുക്കുക. മിൻ തഖ്ലീലിഹി, മുസന്നിഫ് കുറക്കുക. എന്തിനെ? ലഫ്ദൽ മുഹററി, മുഹററിന്റെ ലഫ്ദിനെ ചുരുക്കിക്കൊണ്ടുവരിക എന്നതാണ്. ഏതുവരെ? ഇല അൻസാറാബി ദാലിക്കൽ ഹജമി, ആ ചുരുക്കിക്കൊണ്ടുവരുന്ന ആ പദം, ആ മുഹറിനെ ചുരുക്കിയിട്ട് കൊണ്ടുവരുന്ന കിതാബ് ആ മുഹറിന്റെ ഹജ്മിലാവുമല്ലോ, അങ്ങനെ ആകുന്നതിലേക്ക് എത്തുന്ന അത്ര ചുരുക്കുക. അങ്ങനത്തെ ചുരുക്കമാണ് ഇവിടെ മുസന്നിഫ് അവറുകൾ തംഹീദാക്കി നല്ല റെഡിയാക്കി തന്നത്. അതിനുള്ള ഇല്ലത്താക്കിയിട്ടാണ് ലിയസ്അല. അപ്പൊ എന്തിനാണ് ഇത്രയും ഒക്കെ ചുരുക്കി കൊണ്ടുവരുന്നത്? ഇപ്പോൾ ആ മുഖ്തസറിനെ ഒന്ന് മനപ്പാടമാവാൻ എളുപ്പമാവാൻ വേണ്ടി. ആർക്ക്? ലിമൻ യഗ്ഹബു ഫി ഹിഫ്ളി മുഖ്തസർ, ഒരു മുഖ്തസറായിരിക്കുന്ന കിതാബിനെ ഹിഫ്ളാക്കുന്നതിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഖ്തസർ ഹിഫ്ളാക്കാൻ എളുപ്പമാണ്. അപ്പോൾ മുഖ്തസർ ഉണ്ടാക്കണ്ടേ? മുഹററിന്റെ അവസ്ഥയാണെങ്കിൽ അധികം ആൾക്ക് കിട്ടൂല. അപ്പൊ ചുരുക്കി മഅമ, ഒന്നോടുകൂടെയായ സ്ഥിതിയിൽ, മഅമാനിലോടത്ത് ഹാലിമിൽ മജ്റൂരി, മജ്റൂർ ഹി, ആ മുഖ്തസർ തന്നെ ആയ സ്ഥിതിയിൽ, ഐ മസ്ഫൂബം ബിമ, ഒന്നിനോട് സഹവസിച്ചതായ നിലയിൽ, അലുമുഹു ഇലൈഹി, ഞാൻ അതിലേക്ക് ആ ഒന്നിനെ കൂട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താകും? ആ ഒന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ കൂട്ടിക്കൊണ്ടുവരുന്ന ഒന്നിനോട് സഹവസിച്ചതായ നിലയിൽ തന്നെ ഇൻഷാ അല്ലാ എന്നുള്ളത് തബറുക്കി, അത് ബർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. റാജിഉൻ, അത് മടങ്ങുന്നതാണ്. ലിമാ ബഅദ റഅയ്തു, റഅയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ, അതിലേക്ക് പോകുന്നതാണ് ഇൻഷാ അല്ലായുടെ മടക്കം. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ തബറുക്കിനും വേണ്ടി പറഞ്ഞു. ഇംതിസാൽ ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്കുകൾ വഴിപ്പെട്ടുകൊണ്ട്.
വലാത്ത കൂരന്നൊരു ഷെയ്ൻ ഇൻഷാ അല്ലാ എന്ന് പറയാതെ വസ്തു പറയുന്നല്ലേ നിങ്ങളാരും എന്ന് അള്ള പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊരാളുടെ ഫീലിലേക്ക് ഇവിടെ ചേർക്കുക എന്നുള്ളത്, മറ്റൊരാളുടെ ഫീലെന്താണ്? ഇഫ്ലാക്കുക എന്നുള്ളത് മറ്റൊരാൾ കഴിവാണ്. അവിടേക്കാണ് ഈ ഫീലിനെ ചേർത്തത്. അങ്ങനെ ചേർത്തിക്കൊണ്ടുവരിക നഫ്സി, സ്വന്തം ഒരു പ്രവൃത്തിയിലേക്ക് ചേർക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ മറ്റൊരാളിലേക്ക് ചേർക്കുന്ന ഫീലും. കുഴപ്പമില്ല, അത് ഇഫ്ലെടുത്തതാണ്. മറ്റൊരാളെ ഫീലെന്താന്ന് ചോദിച്ചാല് എളുപ്പമാകുക, ഇഫ്ലാക്കാൻ എളുപ്പമാകുക എന്നുള്ളതാണ്. അപ്പൊ ആ എളുപ്പമാകുന്ന രീതി മറ്റൊരാളെ ഫീലല്ലേ, അയാളിലേക്ക് ചേർത്തിക്കൊണ്ടാണല്ലോ ഇവിടെ ഫീല് കൊടുത്തത്. അത് സ്വന്തം ഒരു പ്രവൃത്തിയിലേക്ക് ചേർത്തതുപോലെ കൂട്ടിയാൽ മതി. അതിലുള്ള അതിലുള്ളതിനോട് സഹവസിച്ചതായ നിലയിൽ ആ ഒന്നെന്തിനാലാണ്? മീൻ നഫായിസിൽ മുസ്തജാദാത്തി, നല്ലതായിട്ട് എണ്ണപ്പെടുന്നതായ വിലമതിക്കാൻ കഴിയാത്ത കാര്യങ്ങളാൽ. മിന്ന ബയാൻ ലിമ, മാക്കുള്ള ബയാന് ഒന്നോടുകൂടെയായ നിലയിൽ നിന്ന ആ ഒന്നെന്തിനാലാണ്? മിനൻ നഫായിസിൽ മുസ്തജാദാത്തി, അതിന്റെ അർത്ഥം എന്താ? മുഅദ്ദാത്തി ജിയാദൻ, മുന്തിയതായിട്ട് ഒരുക്കപ്പെട്ടതായ വിലമതിക്കാൻ കഴിയാത്തതിനാൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ നഫായിസ് അക്സൽ ഹുസ്ൻ അങ്ങേ അറ്റത്തെ അഴകിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നല്ലതായിട്ട് ഒരുക്കപ്പെട്ടതായ നഫായിസ് വിലമതിക്കാൻ കഴിയാത്തവകളാൽ അതാണ് അതിലുള്ളതോടെ എന്ന് പറഞ്ഞത്. മിൻഹ നഫായിസി, ആ നഫായിസുകളിൽ പെട്ടതാണ് എന്ത്? അത്തംബീഹു, തംബീഹ് എന്നുള്ളത് ഉണർത്തല്. നുബ്ഹ് എന്നതിൽ നിന്നുള്ളതാണ് തംബീഹ്. ബിളമ്മിൻ ഫസുക്കൂൻ വയൽ ഫത്നത്ത്, ബുദ്ധി എന്നതിനർത്ഥമുണ്ട്. അപ്പൊ ആ നഫായിസിൽ എന്താണ് പറയുന്നത്? തംബീഹ് ഉണർത്തുക. അലാ ഖുയൂദിൻ, ചില കൈതുകളെ മേലിച്ച് ഉണർത്തുക. ജംഉ ഖൈദിൻ, ഖൈദിന്റെ ജമ്മാണ് ഖുയൂദ്. വഹുവ ഖൈദെന്ന് പറഞ്ഞാൽ ഇസ്തിലാഹൻ, ഭാഷാപരമായിട്ടല്ല സാങ്കേതികാർത്ഥത്തിൽ, മാജി അബിഹി, ആ ഒന്നിനെ കൊണ്ടുവരപ്പെട്ടു. എന്തിന്? ജംഇന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒന്നിനാണ് ഖൈദ് എന്ന് പറയാം. അല്ലെങ്കിൽ ഖൈദ് എന്ന് പറഞ്ഞാൽ ഔ ബയാനു വാഖിയൻ അദ്കുറുഹ, ചില കാര്യങ്ങൾ ഞാൻ ആ ഖൈദുകളെ ഞാൻ പറയും. അങ്ങനെ പറയുന്നതായ സംഭവിക്കുന്ന ചിലതുണ്ട്, അതിനെ വ്യാഖ്യാനിക്കാനുള്ളതാണ് ഖൈദ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടാസിലാവും. ആ ഖൈദുകളെ മേലിൽ ഉണർത്തുക എന്നുള്ള കാര്യം ആ നഫായിസിൽ പെട്ടതാണ്. അതൊക്കെയാണ് കൊണ്ടുവരിക. അത് എവിടെയാണ് ഖൈദ് ഉണ്ടാവുക? ഫീ ബഅദിൽ മസായിലി, ചില മസ്അലകളിൽ. ചില മസ്അലകൾ എന്ന് പറയുമ്പോൾ ഖലീലിൻ, കുറഞ്ഞത്, മിൻഹ അവകളിൽ നിന്ന് കുറഞ്ഞ മസ്അലകൾ നടത്താം. കമ അശ്അറ ബിഹി, അതുകൊണ്ട് അറിയിക്കുന്നുണ്ടല്ലോ. ദിക്ർ ബഅദ് എന്ന് പറയുമ്പോൾ തന്നെ അറിയിക്കാം കുറഞ്ഞ മസ്അലകൾ എന്നുള്ളത്. കീല പറയപ്പെട്ടിട്ടുണ്ട് ആ ബഅദ് മസായില വഹിയ അശറു, അത് 10 ആണെന്ന് പറയുന്നുണ്ട്. അശറുണ്ട്, അത് 10 ആണെന്ന് പറയുന്നു. വസയഅതി തഅരീഫുൽ മസ്അല, പിന്നീട് മസ്അലത്തിനെ കുറിച്ചുള്ള നിർവചനം അത് പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. ഹിയ, ഈ മസ്അലകള്, മിനൽ അസ്ലി, അസ്ലി എന്ന് പറഞ്ഞ മുഹറർ, അതിന് ചുരുക്കി ഉണ്ടാക്കാനുള്ള അവിടെ മിൻഹാജ്. അപ്പോ ആ മുഹററിൽ നിന്ന് ഈ മസ്അലകളൊക്കെ എന്താ? മഅദൂഫാത്തുൻ, കളയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തതായ ചില മസ്അല അതിലാണോർത്ത സഹുവൻ, അത് മറന്നുകൊണ്ട് കളഞ്ഞതാവാം. അല്ലെങ്കിൽ ആ ഇത്തിക്കാൽ മുത്തവ്വലാത്തി, അല്ലെങ്കിൽ ഇതിനേക്കാൾ പറത്തി പറഞ്ഞ കിതാബുകൾ അതിന്റെ മേൽ ചാരണം കൊണ്ടിട്ട് ഇവിടുന്ന് കളഞ്ഞതാവാം. അല്ലെങ്കിൽ ആ ഇഖ്തിസാറൻ, അല്ലെങ്കിൽ ചുരുക്കിയതിന് വേണ്ടി കളഞ്ഞതാവാം. കൗനിഹ, അവകൾ തന്നെ ആയതോടുകൂടെ മുറാദത്തൻ, പിന്നെ മുറാദത്ത കീല, കീലയുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം ആയതോടുകൂടെ ഇവിടെ ചുരുക്കിയിട്ടായിരിക്കാം എന്ന് പറയാം.
ചുരുക്കിയതിന് വേണ്ടി കൗനിയ ആ മസ്അലകളാകാം മുറാദത്തൻ ഉദ്ദേശിക്കപ്പെടുന്നതാണ് ആ മസ്അലകൾ എന്നതോടൊപ്പം തന്നെ ചുരുക്കുക. ആ നിരക്കും ഇവിടെ കളഞ്ഞപ്പെട്ടതാണെന്നറിയാം. കീല പറയപ്പെട്ടിട്ടുണ്ട് ഒഫി ഈസാൽ ഹദിഫി ഹദിഫിനെ തെരഞ്ഞെടുക്കുക എന്നതിലുണ്ട്. അലത്തെർക്കി ഉപേക്ഷിക്കുന്നതിനേക്കാൾ അപ്പൊ തെർക്കി എന്ന് പറയുന്ന പദത്തിനേക്കാൾ എടുത്ത ഹദിഫ് ഈ ഹദിഫിനെ തെരഞ്ഞെടുത്തതിലുണ്ട് മാ ഒന്ന് യുറജിബുൽ അഖീറ അവസാനം പറഞ്ഞതിനെ എന്താക്കും അത് റാജിഹാക്കും. അങ്ങനത്തെ സംഗതി ഹദിഫിന്ന് തെരഞ്ഞെടുക്കുമ്പോ കിട്ടുന്നുണ്ട്. തെർക്കിലത് കിട്ടൂല. മബീഹി മാഫീഹി അതിലെന്തൊക്കെയുണ്ടോ അതൊക്കെ അതിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതൊക്കെ അതിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് വമിൻഹാ മവാളിഉ യസീറത്തുൻ എന്ന് പറയാനുള്ളതാണ്. അവിടെ നാളെ അങ്ങ് തുടങ്ങാം. തൽക്കാലം ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.